ആരാ? എന്ത് വേണം? സിംഗപ്പൂരിൽ നിന്ന് വന്ന ആൻഡപ്പൻ. ആ, ഞാൻ തന്നെയാ. നമ്മളാരാ? ഞാൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. SI ആണോ? വരൂ, അകത്തേക്ക് വരൂ. ആ, ഇരിക്കൂ. കണ്ടപ്പോഴെനിക്ക് മനസ്സിലായി പോലീസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് എന്തോ ബന്ധപ്പെട്ട ഒരാളാണ്. പക്ഷെ യൂണിഫോം ഇല്ലാത്തതുകൊണ്ട് SI ആണെന്ന് മനസ്സിലായില്ല. ഞാൻ അങ്ങോട്ട് വന്ന് പരിചയപ്പെടാതിരിക്കുകയായിരുന്നു. താമസം തുടങ്ങിയല്ലേ ഉള്ളൂ, സമയം കിട്ടിയില്ല. ഗ്രേസി, കമല. ഗ്രേസി എന്റെ ഭാര്യ. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ ഇവിടെ. ഈ വലിയ വീട്ടിലോ? കൂട്ടിനെങ്കിലും ഒരാളെ താമസിപ്പിക്കാമായിരുന്നു. എന്തിനാ? എനിക്ക് കൂട്ട് ഗ്രേസി, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, ഗ്രേസിക്ക് കൂട്ട് ഞാൻ, എനിക്ക് കൂട്ട് ഗ്രേസി. ഇതാണ് സാക്ഷാൽ ഗ്രേസി. നമസ്കാരം. കൊച്ചാപ്പു. വെറും കൊച്ചാപ്പു അല്ല, SI കൊച്ചാപ്പു, സബ് ഇൻസ്പെക്ടറാ. നമ്മളെ കാണാനും പരിചയപ്പെടാനും വേണ്ടി ഇവിടെ വന്നതാ. എന്റെ അതിർത്തിയിൽപ്പെട്ട സ്ഥലമാണല്ലോ. സിംഗപ്പൂരിൽ നിന്നും പുതുതായി ഒരു കുടുംബം താമസിക്കാൻ വരുമ്പോ അന്വേഷിക്കേണ്ടത് എന്റെ ഡ്യൂട്ടിയാണല്ലോ. ഗ്രേസി, ചായ കൊണ്ടുവരാം. ആ, പിന്നെ ചായ അല്ലാതെ ഹോട്ടായിട്ട് വേറെ എന്തെങ്കിലും വേണ്ട? ആ, പൊക്കോളൂ. അതേ, അപരിചിതരെ വീട്ടിൽ കയറ്റുന്നത് ഗ്രേസിക്ക് വലിയ പേടിയാ. അതെന്താ? കുഞ്ഞല്ലേ. ആര്? ഗ്രേസി. ഇപ്പൊ പോയതോ? ഞാനും അവളും കൂടെ റോഡിൽ നടന്നു പോകുന്ന കണ്ടിട്ട് പലരും ചോദിച്ചിരുന്നു, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ, സാറിന്റെ മകളല്ലേ. അത് അസൂയുണ്ട്. ആയിരിക്കും. എങ്ങനെ അസൂയ ഇല്ലാതിരിക്കും? ഈ കാണാവുന്ന സർവ്വ സ്വത്തിനും അവകാശി അവളാ. അവളാണെങ്കിൽ കൊച്ചു പെണ്ണു. ഇത്രയും സ്വത്തുക്കളുള്ള നിലയ്ക്ക് കുറച്ചുകൂടി ശ്രദ്ധിക്കുന്നത് നല്ലതാ. മറ്റൊന്നും കൊണ്ടല്ല, ഈ നാട്ടിൽ കള്ളന്മാര് കുറച്ച് കൂടുതൽ. കള്ളന്മാർ ഈ വീട്ടിൽ നിന്നോ? നിങ്ങൾ ഈ പോലീസ് എന്ന് പറയുന്നവർ പലതും എന്നിൽ നിന്ന് പഠിക്കാനുണ്ട്. സിംഗപ്പൂർ ആൻഡപ്പൻ എന്ന പേര് കേട്ടാൽ സിംഗപ്പൂരിലെ സർവ്വമാന കള്ളന്മാരും ഞെട്ടി പറയ്ക്കും. സിംഗപ്പൂര് പോലല്ലോ നമ്മുടെ നാട്. കുറഞ്ഞ പക്ഷം ഒരു പട്ടിയെങ്കിലും വളർത്താമായിരുന്നു. ഞാനുള്ളപ്പോ ഇവിടെ എന്തിനാ ഒരു പട്ടി? അത് ശരി, പക്ഷേ സ്വയരക്ഷയ്ക്കെങ്കിലും. സ്വയരക്ഷയ്ക്കോ? ഇത് കണ്ടാ പിന്നെ കള്ളന്മാരെടുക്കോ? സാധനം ഫോറിനാ. കളിത്തോക്ക, പക്ഷെ കണ്ടാ പറയില്ല. കള്ളന്മാർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. അതെ, പേടിയുള്ളവർക്ക് പേടിക്കാൻ ഇത് ധാരാളം മതി. സിംഗപ്പൂരിൽ കള്ളന്മാരെ പിടിച്ചു കൊടുക്കലായിരുന്നു എന്റെ ഹോബി. ഓഹോ. കാളി മുഴുവൻ ഇതുകൊണ്ടാ. ഇതുകൊണ്ട് തീർന്നില്ല, ഇനിയുണ്ട് ധാരാളം കാണാൻ. വരൂ. ആ വാതിൽ അടച്ചു. ഇതെന്താവുന്നു? ഇത് ഈ മലമൂത്ര വിസർജനത്തിന് ഉപയോഗിക്കുന്ന ക്ലോസറ്റ് എന്നതല്ല. ഞാൻ തുറക്കാനോ? അവമാനിക്കാനല്ല, ധൈര്യമായിട്ട് തുറന്നോളൂ. ഇനി പറയൂ, ഈ സിംഗപ്പൂർ ആൻഡപ്പനെ കിടത്തി വെട്ടാൻ മാത്രം ബുദ്ധിശക്തിയുള്ള ഏതെങ്കിലും ഒരു കള്ളൻ ഈ ഭൂമുഖത്ത് ജീവിച്ചിരിപ്പുണ്ടോ? ഉണ്ട്, ഒരാളുണ്ട്. ആര്? കായിക്കര കൊച്ചാപ്പു. അതാരാ? നിങ്ങൾ SI അല്ലേ? ശവക്കോട്ടപ്പറമ്പിൽ ഇട്ടിമകൻ കൊച്ചാപ്പു, SI കൊച്ചാപ്പു. ഹാൻഡ്സ് അപ്പ്. നമ്മൾ സ്നേഹിതന്മാരായി പോയതുകൊണ്ട് വാച്ചുകെട്ടില്ലാതെ കാര്യം പറയാം. എനിക്കിതിൽ നിന്നും ഒരു 10,000 രൂപ വേണം. 10,000 രൂപയോ? 10 പൈസയിലാന്ന് കിട്ടില്ല. പൈസയായിട്ട് വേണ്ട, രൂപയായിട്ട് മതി. ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ വിവാഹം നടത്താനാണ്. ഒരു നല്ല കാര്യം പറയുമ്പോൾ നോക്കി നിന്നാലോ, എടുക്കണം. എന്ത് നല്ല കാര്യം? നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടാതിരിക്കുന്നത് തന്നെ ഒരു ചീത്ത കാര്യമാണോ? നീ എന്നെ കൊല്ലുവോ? എനിക്ക് നിർബന്ധമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് നിർബന്ധമുണ്ടെങ്കിൽ കൊല്ലാനും കൊച്ചാപ്പനും മടിയില്ല, എടുക്കണം. 10 തന്നെ വേണോ? 10. 5 പോരെ? തൽക്കാലം ഇത് മതി. ഇനിയും വേണമെങ്കിൽ ഇനിയും വരാമല്ലോ, ഇവിടെ തന്നെ കാണുമല്ലോ. വരണം, വരൂ. കംല. സോറി, ഇദ്ദേഹം മരിച്ചിട്ട് മണിക്കൂറുകളായിരിക്കുന്നു.
എന്താന്ന് വെച്ചാ 10 രൂപ കൂടുതൽ തുണി മാപ്പുട്ടിക്ക കായില്ലാത്തത് കൊണ്ട് പാവപ്പെട്ടവന്റെ വീട്ടിലെ കല്യാണം മുടങ്ങാൻ പാടില്ല. കൊച്ചാപ്പു ജീവനോടെ ഉള്ളിടത്തോളം കാലം അത് സമ്മതിക്കില്ല. എന്താണ്ട് ആ കുന്തം വൈകിയമാര് നോക്കി നിൽക്കുന്നത്? തുടങ്ങി. കൊച്ചാപ്പി ചേട്ടനെ ഞങ്ങളുടെ ബോസ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. ബോസ്? ഏത് ബോസ്? പുലി. ഓ പുലി. എനിക്കിപ്പോ പുലി കളിക്കാൻ സമയമില്ല എന്ന് പോയി പറഞ്ഞേരെ. അയ്യോ അങ്ങനെ പറയരുത്, ചേട്ടൻ വരായിരുന്ന ഞങ്ങളുടെ കാര്യം കഷ്ടത്തിലാവുന്നത്. വളരെ അത്യാവശ്യമുള്ള കാര്യമെന്നാ പറഞ്ഞത്. നീ പോ, ഞാൻ വരാം. വരണം. കൊച്ചാപ്പ് വരുമെന്ന് പറഞ്ഞാ വരും. നീ പോ. ഓ